ഇന്ന് നമ്മുടെ അടുക്കളയിൽ സാധാരണയായി കാണുന്ന ഈ ഒരു തരി കുരുമുളകിന് വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യർ കടലിൽ ചോരപ്പുഴ ഒഴുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് കേവലം ഒരു നാവികന്റെ കഥയല്ല, ഒരു രാജ്യത്തിൻ്റെ സമ്പത്തിനായുള്ള ആർത്തിയുടെയും അജ്ഞാതമായ കടൽ ചുഴികളിലേക്കുള്ള ഒരു വൻകരയുടെ എടുത്തുചാട്ടത്തിൻ്റെയും കഥയാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഭൂപടത്തിൽ എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരു കൊച്ചു തീരം തേടി 3 കപ്പലുകൾ പോർച്ചുഗലിൽ നിന്ന് പുറപ്പെട്ടു. ലക്ഷ്യം ഒന്നേയുള്ളൂ, ഇന്ത്യ. അവർ വന്നത് വെറും കച്ചവടത്തിനല്ലായിരുന്നു. വരാനിരിക്കുന്ന 500ഓളം വർഷത്തെ അടിമത്തത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ ആ കപ്പലുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കാപ്പാട് കടപ്പുറത്ത് വാസ്കോഡ ഗാമ കാലുകുത്തിയ ആ നിമിഷം കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ചരിത്രം എന്നേക്കുമായി മാറിമറിഞ്ഞു. വർഷം 1498. മാസങ്ങളായി കര കാണാതെ പട്ടിണിയും രോഗങ്ങളും കൊണ്ട് പകുതിയോളം മനുഷ്യർ ചത്തുപോയ 3 കപ്പലുകൾ അറബിക്കടലിലെ ഉപ്പുകാറ്റിട്ട് ലക്ഷ്യമില്ലാതെ ഒഴുകുകയാണ്. അവരുടെ ക്യാപ്റ്റൻ വാസ്കോഡ ഗാമയ്ക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ചരിത്രം. പക്ഷേ ആ യാത്ര അവസാനിച്ചത് മലബാറിൻ്റെ മണ്ണിലായിരുന്നില്ല, മറിച്ച് ലോകത്തിൻ്റെ തന്നെ വിധിയുടെ നെറുകയിലായിരുന്നു. ഗാമയ്ക്ക് മുൻപ് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ബന്ധം വളരെ പരിമിതമായിരുന്നു. എന്നാൽ ഈ പുതിയ സമുദ്രപാത തുറന്നതോടെ ലോകം പരസ്പരം ബന്ധിക്കപ്പെട്ടു. ചരക്കുകൾ മാത്രമല്ല, ആശയങ്ങളും സംസാര രീതികളും കലയുമൊക്കെ ഭൂഖണ്ഡങ്ങൾ കടന്നൊഴുകാൻ തുടങ്ങി. ആധുനിക കാലത്തെ ഗ്ലോബലൈസേഷൻ്റെ പിതാവായി ഗാമയെ ചരിത്രകാരന്മാർ കാണുന്നത് അതുകൊണ്ടാണ്. ഗാമയ്ക്ക് മുൻപ് വന്ന അറബികളോ ചൈനക്കാരോ ഇവിടെ ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ പോർച്ചുഗീസുകാർ വന്നത് കച്ചവടം ചെയ്യാൻ അനുവാദം ചോദിച്ചല്ല, മറിച്ച് കടലിലെ അധികാരം പിടിച്ചെടുക്കാനാണ്. ഇത് പിന്നീട് വന്ന ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും ഇന്ത്യയെ എങ്ങനെ അടക്കി ഭരിക്കാമെന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് നൽകി. ഗാമയും സംഘവും കേരളത്തിന് നൽകിയ ചില സാധനങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇന്ന് നമ്മുടെ അടുക്കളയിലെ പ്രധാനികളായ പലരും അന്ന് ഗാമയുടെ കപ്പലിൽ വന്നതാണ്. മലയാളികളുടെ സ്വന്തം കപ്പ വന്നത് ബ്രസീലിൽ നിന്ന് പോർച്ചുഗീസുകാർ വഴിയാണ്. പിന്നെ മുളക്, അതെ, കുരുമുളക് തേടി വന്നവർ നമുക്ക് ചുവന്ന മുളക് പരിചയപ്പെടുത്തി. അതിനു മുൻപ് മലയാളികൾക്ക് എരിവ് എന്നാൽ അത് കുരുമുളക് മാത്രമായിരുന്നു. പിന്നെ പൈനാപ്പിൾ, പപ്പായ, കശുവണ്ടി ഇവയെല്ലാം ഗാമ വെട്ടിത്തുറന്ന ആ വഴിയിലൂടെ നമ്മുടെ മണ്ണിലെത്തിയതാണ്. മലബാറിലെ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ അതുവരെ ആനകളും വാളുകളുമായിരുന്നു പ്രധാനം. എന്നാൽ ഗാമയുടെ കപ്പലിലെ പീരങ്കികളും വെടിക്കോപ്പുകളും കണ്ട സാമൂതിരിയും സംഘവും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. യുദ്ധം എന്നത് കേവലം കരുത്തിൻ്റെ മാത്രമല്ല, സാങ്കേതിക വിദ്യയുടെ കൂടി കളിയാണെന്ന് കേരളം തിരിച്ചറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ മലബാറിൻ്റെ മണ്ണിൽ ഗാമ കാലുകുത്തിയത് വെറുമൊരു കച്ചവടക്കാരനായല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയായാണ്. അദ്ദേഹം കൊണ്ടുവന്നത് കുരുമുളകിനുള്ള സ്വർണം മാത്രമായിരുന്നില്ല, മറിച്ച് തോക്കുകളും പീരങ്കികളും പുതിയൊരു ലോകക്രമവുമായിരുന്നു. ആ കപ്പലുകൾ മടങ്ങിപ്പോയെങ്കിലും അവ ബാക്കി വെച്ചു പോയത് 500ഓളം വർഷം നീണ്ടുനിന്ന അടിമത്തത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും വിത്തുകളായിരുന്നു. ഗാമ കാപ്പാട് കടപ്പുറത്ത് മണലിൽ പതിപ്പിച്ച ആ കാൽപ്പാടുകൾ കടൽ തിരമാലകൾ വന്ന് മാച്ചു കളഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ആ കാൽപ്പാടുകൾ ഇന്ത്യയുടെ നെഞ്ചിലുണ്ടാക്കിയ മുറിവുകൾ മാറാൻ പിന്നെ നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു. 1497 ജൂലൈ 8 ലിസ്ബണിലെ ടാഗസ് നദിയിൽ നിന്ന് 4 കപ്പലുകൾ യാത്ര തിരിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന 170 നാവികർക്കും അറിയില്ലായിരുന്നു അവർ പോകുന്നത് മരണത്തിൻ്റെ വായിലേക്കാണെന്ന്. ഗാമ ഒരു ദയയുമില്ലാത്ത ക്യാപ്റ്റനായിരുന്നു. തിരിച്ചുപോക്കിനെ കുറിച്ച് ചിന്തിക്കുന്നവന് മരണം മാത്രമായിരുന്നു ശിക്ഷ. ആഴ്ചകൾ മാസങ്ങളായി മാറി. ചുറ്റും ഉപ്പുവെള്ളം മാത്രം. കുടിക്കാൻ ശുദ്ധജലമില്ല.
കഴിക്കാൻ പുഴുവരിച്ച ബിസ്ക്കറ്റും ഉണങ്ങിയ ഇറച്ചിയും മാത്രം. മാസങ്ങൾ നീണ്ട യാത്രയിൽ നാവികരെ വേട്ടയാടിയത് ശത്രുക്കളായിരുന്നില്ല, മറിച്ച് സ്കർവി എന്ന മാരക രോഗമായിരുന്നു. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം നാവികരുടെ പല്ലുകൾ കൊഴിഞ്ഞുപോയി. വായിൽ നിന്ന് രക്തം വന്നു. ശരീരമാകെ വീർത്തു. ഓരോ ദിവസവും ഓരോ ശവങ്ങൾ കടലിലേക്ക് എറിയപ്പെട്ടു. 170 പേരിൽ പകുതിയിലധികം പേരും ഇന്ത്യയിലെത്തുന്നതിനു മുൻപേ കടലിലൊടുങ്ങി. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തിയപ്പോൾ കൂറ്റൻ കൊടുങ്കാറ്റുകൾ കപ്പലുകളെ തകർക്കാൻ നോക്കി. നാവികർ ലഹളയുണ്ടാക്കി. പക്ഷേ ഗാമ കുലുങ്ങിയില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭൂപടങ്ങളും ദിശാനിർണയ യന്ത്രങ്ങളും കടലിലെറിഞ്ഞ് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇനി ദൈവം മാത്രം നമുക്ക് വഴി കാണിക്കട്ടെ. ഒടുവിൽ ആഫ്രിക്കൻ തീരത്ത് വെച്ച് ഇന്ത്യയിലേക്കുള്ള വഴി അറിയാവുന്ന ഒരു നാവികനെ അവർക്ക് ലഭിക്കുന്നു. അതോടെയാണ് ചരിത്രത്തിൻ്റെ ഗതി മാറുന്നത്. 1498 മെയ് 20 കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലുള്ള കാപ്പാട് കടപ്പുറം. അതുവരെ അറബിക്കടലിൽ കണ്ടിട്ടില്ലാത്ത വലിപ്പമേറിയ കപ്പലുകൾ തീരത്തോടടുത്തു. ചുവന്ന കുരിശടയാളപ്പെടുത്തിയ പായകൾ കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു. ഗാമയുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ സംഘം ബോട്ടുകളിൽ കരയിലേക്ക് അടുത്തു. അവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഗാമയുടെ മറുപടി ലളിതമായിരുന്നു, ഞങ്ങൾ ക്രിസ്ത്യാനികളെയും സുഗന്ധവ്യഞ്ജനങ്ങളെയും തേടി വന്നതാണ്. കോഴിക്കോടിൻ്റെ അധിപനായ സാമൂതിരി അന്ന് പൊന്നാനിയിലായിരുന്നു. വിദേശികളായ നാവികർ എത്തിയെന്നറിഞ്ഞ അദ്ദേഹം ഗാമയെ സ്വീകരിക്കാൻ കോഴിക്കോട്ടേക്ക് മടങ്ങിയെത്തി. ഗാമയും സംഘവും സാമൂതിരിയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു. സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും അണിഞ്ഞ സാമൂതിരിയുടെ പ്രതാപം കണ്ടപ്പോൾ ഗാമ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. യൂറോപ്പിലെ രാജാക്കന്മാരെക്കാൾ വലിയ ഐശ്വര്യം ഗാമ അവിടെ കണ്ടു. എന്നാൽ ആ കൂടിക്കാഴ്ച അത്ര ശുഭകരമായിരുന്നില്ല. ഒരു മഹാരാജാവിനെ കാണാൻ പോകുമ്പോൾ ഗാമ കരുതിയ സമ്മാനങ്ങൾ വെറും തുച്ഛമായിരുന്നു. കുറച്ച് തുണികൾ, തൊപ്പികൾ, പഞ്ചസാര, തേൻ ഇവയൊക്കെ കണ്ട് സാമൂതിരിയുടെ ഉദ്യോഗസ്ഥർ പരിഹസിച്ചു. ഒരു ദരിദ്രനായ കച്ചവടക്കാരൻ പോലും ഇതിലും നല്ല സമ്മാനങ്ങൾ നൽകുമെന്ന് അവർ ഗാമയോട് പറഞ്ഞു. ഇത് ഗാമയെ അപമാനിതനാക്കി. കൂടാതെ അന്ന് കോഴിക്കോട് വ്യാപാരം നിയന്ത്രിച്ചിരുന്ന അറബ് വ്യാപാരികൾ ഗാമയെ ഒരു ശത്രുവായിട്ടാണ് കണ്ടത്. അവർ സാമൂതിരിയെ ഗാമയ്ക്കെതിരെ തിരിക്കാൻ ശ്രമിച്ചു. സാമൂതിരിയുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെ 1498 ഓഗസ്റ്റ് അവസാനത്തോടെ ഗാമ മടക്കയാത്രയ്ക്ക് തയ്യാറെടുത്തു. എന്നാൽ അത് ഒരു സാധാരണ മടക്കയാത്രയായിരുന്നില്ല. പോർച്ചുഗലിലെ രാജാവിന് കാണിച്ചു കൊടുക്കാൻ മലബാറിൽ നിന്നുള്ള 5 ഭാരതീയരെ അദ്ദേഹം ബലമായി തട്ടിക്കൊണ്ടുപോയി. കച്ചവടം ചെയ്യാൻ വന്നവർ മനുഷ്യരെ കടത്തിക്കൊണ്ടുപോയത് കോഴിക്കോട് വലിയ പ്രതിഷേധത്തിന് കാരണമായി. പോകുന്ന വഴിയിൽ കാലാവസ്ഥ ഗാമയെ ചതിച്ചു. ഇന്ത്യയിലേക്ക് വരാൻ വെറും 23 ദിവസമാണ് എടുത്തതെങ്കിൽ തിരിച്ചു പോകാൻ കാറ്റിൻ്റെ ഗതി അനുകൂലമല്ലാത്തതിനാൽ 132 ദിവസങ്ങൾ വേണ്ടി വന്നു. ഈ നീണ്ട യാത്രയിൽ കപ്പലിൽ സ്കർവി രോഗം പടർന്നു പിടിച്ചു. 30ഓളം നാവികർ കടലിൽ വെച്ച് മരിച്ചു. ഗാമയുടെ സ്വന്തം സഹോദരൻ പൗലോഡോ ഗാമ പോലും വഴിമധ്യേ മരണത്തിന് കീഴടങ്ങി. 1499 സെപ്റ്റംബറിൽ ഗാമ ലിസ്ബണിൽ തിരിച്ചെത്തുമ്പോൾ കൂടെയുണ്ടായിരുന്ന കപ്പലുകളിൽ പകുതിയും നഷ്ടപ്പെട്ടിരുന്നു. പുറപ്പെട്ട 170 നാവികരിൽ വെറും 54 പേർ മാത്രമാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. എങ്കിലും ഗാമ കൊണ്ടുവന്ന കുരുമുളകും മറ്റു സുഗന്ധദ്രവ്യങ്ങളും വിറ്റപ്പോൾ കിട്ടിയ ലാഭം ആ യാത്രയുടെ മുഴുവൻ ചിലവിൻ്റെ 60 ഇരട്ടിയായിരുന്നു. ഇത് കേട്ട പോർച്ചുഗീസ് രാജാവ് ഗാമയ്ക്ക് അഡ്മിറൽ ഓഫ് ദി ഇൻഡീസ് എന്ന പദവി നൽകി ആദരിച്ചു. 1502 വാസ്കോഡ ഗാമ വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം വന്നത് സമ്മാനങ്ങളുമായല്ല, മറിച്ച് 20 യുദ്ധക്കപ്പലുകളുമായാണ്. മുൻപ് നേരിട്ട അപമാനത്തിന് പകരം ചോദിക്കുക എന്നതായിരുന്നു ഗാമയുടെ ലക്ഷ്യം. പോകുന്ന വഴിയിൽ ഹജ്ജ് തീർത്ഥാടകർ സഞ്ചരിച്ച മേരി എന്ന കപ്പൽ ഗാമ തടഞ്ഞു. അതിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 400ഓളം പേരെ കപ്പലിലിട്ട് അദ്ദേഹം ജീവനോടെ കത്തിച്ചു. ചരിത്രം കണ്ട
ഏറ്റവും വലിയ ക്രൂരതകളിലൊന്നായിരുന്നു അത്. കോഴിക്കോടെത്തിയ ഗാമ സാമൂതിരിയോട് ആജ്ഞാപിച്ചു, നഗരത്തിലുള്ള എല്ലാ അറബ് വ്യാപാരികളെയും പുറത്താക്കണം. സാമൂതിരി അത് വിസമ്മതിച്ചതോടെ ഗാമ തൻ്റെ ക്രൂരതയുടെ അടുത്ത ഘട്ടം പുറത്തെടുത്തു. നഗരത്തിന് നേരെ അദ്ദേഹം നിരന്തരം പീരങ്കിയുണ്ടകൾ ഉതിർത്തു. പിടിക്കപ്പെട്ട മീൻപിടുത്തക്കാരുടെ കൈകാലുകൾ മുറിച്ചുമാറ്റി അവരെ ഒരു വഞ്ചിയിലാക്കി സാമൂതിരിക്ക് അയച്ചു കൊടുത്തു. ഗാമ എന്ന നാവികൻ മലബാറിൻ്റെ മണ്ണിൽ ഒരു ഭീതിയായി മാറി. സാമൂതിരിയെ തകർക്കാൻ ഗാമ ഒരു തന്ത്രം പ്രയോഗിച്ചു. കോഴിക്കോടിൻ്റെ അയൽരാജ്യവും സാമൂതിരിയുടെ ശത്രുവുമായിരുന്ന കൊച്ചിയുമായി അദ്ദേഹം സഖ്യമുണ്ടാക്കി. കൊച്ചി രാജാവിന് സംരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് പോർച്ചുഗീസുകാർ അവിടെ താവളമടിച്ചു. കേരളത്തിലെ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള പക മുതലെടുത്ത് അധികാരം സ്ഥാപിക്കുക എന്ന വിദേശി അധിനിവേശത്തിൻ്റെ ആദിവിത്ത് അവിടെ പാകപ്പെട്ടു. ഗാമയുടെ പീരങ്കികൾക്ക് മുന്നിൽ സാമൂതിരി മുട്ടുമടക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. കടലിൽ പോർച്ചുഗീസുകാരെ നേരിടാൻ സാമൂതിരി നിയോഗിച്ചത് മരയ്ക്കാർമാരെയായിരുന്നു. ഗാമയുടെ കപ്പലുകൾ വലിപ്പമേറിയതും സാവധാനം സഞ്ചരിക്കുന്നതുമായിരുന്നു. എന്നാൽ മരയ്ക്കാർമാരുടെ പായ്ക്കപ്പലുകളും ചെറിയ വഞ്ചികളും കടലിടുക്കുകളിലൂടെ അതിവേഗം പാഞ്ഞു. വലിയ പീരങ്കികൾ ലക്ഷ്യം കാണുന്നതിനു മുൻപേ മരയ്ക്കാർ പടയാളികൾ പോർച്ചുഗീസ് കപ്പലുകളെ വളഞ്ഞു. വാസ്കോഡഗാമയുടെ മൂന്നാമത്തെയും അവസാനത്തെയും യാത്രയുടെ സമയത്താണ് കുഞ്ഞാലി മരയ്ക്കാർമാർ സാമൂതിരിയുടെ നാവികശക്തിയായി പൂർണ്ണമായി മാറുന്നത്. ഗാമ കൊച്ചിയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയത് ഈ നാവിക പടയായിരുന്നു. പോർച്ചുഗീസുകാർക്ക് കടലിൽ ഏകപക്ഷീയമായ അധികാരം കിട്ടാതിരുന്നതിൻ്റെ പ്രധാന കാരണം മരയ്ക്കാർമാരുടെ പ്രതിരോധമായിരുന്നു. വർഷം 1524. പോർച്ചുഗലിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്ന ഗാമയെ രാജാവ് മൂന്നാമതും ഇന്ത്യയിലേക്ക് അയച്ചു. ഇത്തവണ അദ്ദേഹം വെറുമൊരു നാവികനായിരുന്നില്ല, മറിച്ച് വൈസ്രോയി എന്ന പരമാധികാരത്തോടെയാണ് എത്തിയത്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണകൂടത്തിലെ അഴിമതി തുടച്ചു നീക്കുക എന്നതായിരുന്നു ദൗത്യം. തൻ്റെ 60കളിലെത്തിയ ഗാമയ്ക്ക് അത് കഠിനമായ ഒരു പരീക്ഷണമായിരുന്നു. കൊച്ചിയിലെത്തിയ ഗാമയ്ക്ക് അധികകാലം ഭരിക്കാൻ സാധിച്ചില്ല. കഠിനമായ മലേറിയ ബാധിച്ച് അദ്ദേഹം കിടപ്പിലായി. ലോകം കീഴടക്കാൻ കപ്പലുകളുമായി വന്ന ആ മഹാനാവികൻ 1524 ഡിസംബർ 24 ഒരു ക്രിസ്മസ് തലേന്ന് കൊച്ചിയിലെ ഒരു ചെറിയ വീട്ടിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി. അദ്ദേഹത്തെ കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ അടക്കം ചെയ്തു. 14 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഭൗതികാവശിഷ്ടങ്ങൾ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയെങ്കിലും ഇന്നും കൊച്ചിയിലെ ആ പള്ളിയിൽ ഗാമയെ അടക്കം ചെയ്ത സ്ഥലം ഒരു സ്മാരകമായി നിലനിൽക്കുന്നു. വാസ്കോഡഗാമ ഒരു വശത്ത് ലോകത്തിൻ്റെ ഭൂപടം മാറ്റിവരച്ച സാഹസികനായ നാവികൻ, മറുവശത്ത് ക്രൂരതയുടെയും അധിനിവേശത്തിൻ്റെയും കറുത്ത അടയാളം. അദ്ദേഹം വെട്ടിത്തുറന്ന സമുദ്രപാതയിലൂടെയാണ് ഇന്ത്യയുടെ സമ്പത്ത് ഒഴുകിപ്പോയതും 500ഓളം വർഷത്തെ അടിമത്തം കടന്നു വന്നതും. ഗാമ എന്ന പേര് ഇന്നും ചരിത്രത്തിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഹീറോയോ അതോ വില്ലനോ? അത് തീരുമാനിക്കേണ്ടത് ചരിത്രമാണ്. കൊച്ചിയിലെ ഈ മണ്ണിൽ വെറും 14 വർഷം മാത്രമാണ് ഗാമയുടെ ഭൗതികാവശിഷ്ടങ്ങൾ വിശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ പിന്നീട് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകാം. പക്ഷേ അദ്ദേഹം ഈ മണ്ണിൽ ഉപേക്ഷിച്ചു പോയത് മറ്റൊന്നായിരുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലും ഇന്നും നമ്മുടെ ചുറ്റുമുള്ള പല നിർമ്മിതികളിലും ഗാമ എന്ന നാവികൻ ജീവിക്കുന്നുണ്ട്. അദ്ദേഹം തുറന്നത് ഇന്ത്യയിലേക്കുള്ള ഒരു വഴി മാത്രമല്ല, മറിച്ച് 500 വർഷത്തെ അധിനിവേശത്തിൻ്റെ ഒരു വലിയ വാതിലായിരുന്നു. ആ വാതിലിലൂടെ വന്നവർ നമ്മുടെ സമ്പത്ത് കവർന്നു, നമ്മുടെ ചോരയൊഴുക്കി. എങ്കിലും ഒരു ചോദ്യം ബാക്കിയാകുന്നു. ഗാമ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഭാരതം ഇങ്ങനെയാകുമായിരുന്നു? അതോ മറ്റൊരു ചരിത്രം ഇവിടെ പിറക്കുമായിരുന്നു?
ചിന്തിക്കുക, ചരിത്രം അവസാനിക്കുന്നില്ല, അത് നമ്മളിലൂടെ തുടരുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.